മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയെയും വല്യപ്പച്ചനെയും എൽസമ്മയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടണമെന്ന റീത്താമ്മയുടെ തീരുമാനം. അതിന് റീത്താമ്മയ്ക്ക് സഹായത്തിനായി വിളിക്കുന്നത് അവരുടെ സഹോദരങ്ങളെ തന്നെയാണ്. സഹോദരങ്ങൾ ഉറപ്പായും വരുമെന്ന് റീത്താമ്മയ്ക്ക് ഉറപ്പായിരുന്നു. കാരണം എൽസമ്മയ്ക്ക് വരുന്ന പകുതി വരുമാനത്തിൻ്റെ അതിലെ പകുതിയും കൈകാര്യം ചെയ്യുന്നതും സ്വന്തമാക്കിയെടുക്കുന്നതുമെല്ലാം സഹോദരങ്ങളും റീത്താമ്മച്ചിയും കൂടിയാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ട് റീത്താമ്മച്ചി സഹോദരങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർ വന്നിട്ട് അലീനയെ വീട്ടിൽ നിന്നും വലിച്ചഴച്ച് പുറത്തേക്ക് ഇടുകയാണ്. മുറ്റത്ത് ചെന്ന് വീഴുന്ന അലീനയുടെ നെറ്റി വളരെ ആഴത്തിൽ തന്നെ മുറിവുണ്ടാവുകയും വല്യപ്പച്ചനും സാമുവലും തമ്മിൽ അവിടെ വെച്ച് ഉന്തും തള്ളുമൊക്കെ നടക്കുന്നുണ്ട്. വല്യപ്പച്ചൻ പെട്ടെന്ന് തന്നെ അലീനയുമായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അലീന വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, നമ്മുടെ പപ്പയെ വിളിച്ച് ഇതൊന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വഴക്കായി മാറും. വല്യപ്പച്ചൻ കണ്ടിട്ടില്ലേ പപ്പയുടെ കയ്യിലുള്ള ആ തോക്ക്, അതുപയോഗിച്ച് പപ്പ കൈകാര്യം ചെയ്യുകയും അത് പിന്നീട് വലിയൊരു ആപത്തിലേക്ക് ചെന്നപ്പെടുകയും ചെയ്യുമെന്നൊക്കെ. വല്യപ്പച്ചനും അറിയാമായിരുന്നു തൻ്റെ മകൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തന്നെ. അതുകൊണ്ട് അദ്ദേഹം അതൊന്നും പറയുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കണ്ട ഉടനെ തന്നെ സ്റ്റാൻലിയുടെ സുഹൃത്തായ ഒരു ഡോക്ടർ ഉടനെ തന്നെ സ്റ്റാൻലിയെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. സ്റ്റാൻലിയുടെ അപ്പച്ചനും മറ്റൊരു പെൺകുട്ടിയും കൂടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയുടെ നെറ്റി കുറച്ച് ആഴത്തിൽ തന്നെ മുറിവേറ്റിട്ടുണ്ടെന്നും ഒരു 3-4 സ്റ്റിച്ച് ഇട്ടിട്ടാണ് ആ കുട്ടി ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ കിടക്കുന്നതെന്നുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരമാണ് സ്റ്റാൻലിയെ വിളിച്ചറിയിക്കുന്നത്. എന്നാൽ സ്റ്റാൻലിക്ക് ഇത് കേട്ട ഉടനെ എന്തോ അപകടം മണത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ സ്റ്റാൻലി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തിയ സ്റ്റാൻലി അലീനയോടും വല്യപ്പച്ചനോടും വിവരങ്ങളൊക്കെ തിരക്കാണ്. വല്യപ്പച്ചനും അലീനയും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സ്റ്റാൻലി ഒട്ടും തന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അലീന താൻ പടിക്കെട്ടിൽ നിന്നും താനെ ഉരുണ്ട് വീണതാണെന്നൊക്കെ പറയുമ്പോഴും സ്റ്റാൻലി അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ അലീന മറ്റൊരു കള്ളക്കഥ, അതായത് അലീനയെ ആരോ ഉപദ്രവിച്ചതാണെന്നുള്ള സത്യം സ്റ്റാൻലിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കള്ളക്കഥ പറഞ്ഞ് മെനഞ്ഞ് ഉണ്ടാക്കുകയാണ് അലീന. അപ്പോൾ സ്റ്റാൻലിയോടായി പറയുകയാണ്, പപ്പ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. റീത്താമ്മച്ചി പെട്ടെന്ന് കാറ് റിവേഴ്സ് എടുത്ത് വന്നപ്പോൾ എൻ്റെ മേത്ത് മുട്ടുകയും ഞാൻ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ നെറ്റി പൊട്ടിയതെന്നൊക്കെ. അങ്ങനെ സ്റ്റാൻലി ഉടനെ തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. സ്റ്റാൻലിക്ക് അറിയാമായിരുന്നു റീത്താമ്മച്ചി അതറിയാതെ ചെയ്തതല്ല, മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന്. സ്റ്റാൻലി ഉടനെ തന്നെ റീത്താമ്മച്ചിയുടെയും എൽസാമ്മച്ചിയുടെയും വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് തൻ്റെ ജീപ്പ് പാഞ്ഞു കയറ്റുകയാണ്. രണ്ട് വീടിൻ്റെയും സെൻറ്ററിലായിട്ട് തന്നെ ആ കാറ്, അതായത് എൽസാമ്മച്ചിയുടെയും റീത്താമ്മച്ചിയും ഉപയോഗിക്കുന്ന ആ കാറ് അവിടെ കിടപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി ഇടം വലം നോക്കാതെ തൻ്റെ ജീപ്പ് ആ കാറിന് മേലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ സ്റ്റാൻലി ഒരിക്കൽ കൂടി ദേഷ്യം സഹിക്കാനേ സ്റ്റാൻലിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി തൻ്റെ ജീപ്പ് മുൻപിലേക്ക് എടുത്തിട്ട് വീണ്ടും ആ കാറിന് മേലേക്ക് തന്നെ റിവേഴ്സ് എടുത്ത് വീണ്ടും ആ കാറിനെ പരിപ്പിളക്കുന്നത് പോലെ ആക്കി. രണ്ട് വീടിൻ്റെയും അകത്തായിരുന്നു എൽസാമ്മയും റീത്താമ്മച്ചിയും. കാറിൻ്റെ ശബ്ദവും ഇടിയുടെ ആഘാതവും എല്ലാം കേട്ടിട്ട് വീടിനകത്തേക്ക് ഒരു ഞെട്ടലാണ് ഇരുവർക്കും ഉണ്ടായത്. എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ രണ്ടുപേരും വലിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. രണ്ടുപേരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് തൻ്റെ കാറിൻ്റെ അവസ്ഥയും സ്റ്റാൻലിയുടെ ആ ഭാവവുമെല്ലാം കണ്ടിട്ട്. സ്റ്റാൻലിയുടെ മക്കളും ഇതെല്ലാം കേട്ടിട്ട് പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. 3 പേരും തൻ്റെ പപ്പയുടെ ആ ഭാവവും പപ്പ ഇരിക്കുന്ന ജീപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും തൻ്റെ വീടിൻ്റെ പുറത്ത് കിടന്നിരുന്ന ആ കാറിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് ഇവരിങ്ങനെ വല്ലാതെ ഞെട്ടി നിൽക്കുകയാണ്. ടോജോയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു. ടോജോയ്ക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ഒരു കാരണവുമില്ലാതെ ആ ചേച്ചിയെ ഉപദ്രവിക്കാനായി റീത്താമ്മച്ചി വിളിച്ചു വരുത്തിയതായിരുന്നു
തൻ്റെ അങ്കിളിനെ എന്ന് ടോജോയ്ക്ക് മനസ്സിലായിരുന്നു. ടോജോയ്ക്ക് മാത്രമല്ല, തൻ്റെ 2 സഹോദരിമാർക്കും അത് മനസ്സിലാവാനായിട്ടുള്ള ബുദ്ധിയൊക്കെ അവർക്കുണ്ട് താനും. സ്റ്റാൻലി ആ ജീപ്പിൽ നിന്നും ചാടി പുറത്തേക്കിറങ്ങി നേരെ പാഞ്ഞു ചെന്നത് എൽസാമ്മയുടെ മുമ്പിലേക്കാണ്. എൽസാമ്മയോടായി സ്റ്റാൻലി ചോദിക്കുകയാണ്, നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടായിട്ട് വേണമെടി എൻ്റെ മകളുടെ ദേഹത്തേക്ക് വണ്ടിയിടിച്ച് കയറ്റാൻ നിൻ്റെ ചേച്ചിയെ ഏർപ്പാട് ചെയ്തപ്പോൾ എന്ന്. ഇവരാണെങ്കിൽ ആകപ്പാടെ അതിശയിച്ച് നിൽക്കുകയാണ്. കാരണം അങ്ങനെയല്ലല്ലോ കഥ നടന്നത്. തൻ്റെ സഹോദരനാണല്ലോ അലീനയെ ഉപദ്രവിച്ചത്. എന്നാൽ അതെങ്ങനെയാണ് ഇങ്ങനെയായി കഥ മാറിയതെന്നൊക്കെ എൽസാമ്മ ചിന്തിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. വീണ്ടും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അവളിവിടെ വന്ന് കയറിയപ്പോൾ നീ എന്താ വിചാരിച്ചത്? അവൾക്ക് ചോദിക്കാനും പറയാനുമായി ഞാൻ വരില്ലെന്നോ? അതോ നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ളൊരു പന്താണ് എൻ്റെ മകളെന്നോ? എൽസാമ്മ ആ ഞെട്ടലിൽ നിന്നും ഉണർന്നതുപോലെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇതെന്ന് വന്നു ഈ മകളൊക്കെ? ഇങ്ങനെയൊക്കെ ഒരു മകളുണ്ടായിരുന്നുവെങ്കിൽ എന്നെ എന്തിനാണ് ഈ ജീവിതത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നതെന്ന്. അതിന് മറുപടിയായിട്ട് ഒന്നും പറയുന്നില്ല സ്റ്റാൻലി. വീണ്ടും എൽസാമ്മ ചോദിക്കുന്നുണ്ട്, 10-23 വർഷങ്ങൾക്ക് ശേഷം എവിടെ നിന്നാണ് നിങ്ങൾക്കിങ്ങനെ ഒരു മകള് വന്നത്? ആരും വിശ്വസിക്കാത്തൊരു കഥയും ഒരു പെൺകുട്ടിയുമായിട്ടുള്ളൊരു ജീവിതവും. നല്ലത് തന്നെ. എൽസാമ്മയോട് മുഖത്ത് നോക്കി ആട്ടിക്കൊണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ഈ സ്റ്റാൻലി ജോസഫിന് ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഈ സ്റ്റാൻലി ജീവിച്ചിട്ടില്ല. ഇനി അതിൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് നിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് വാങ്ങേണ്ട ആവശ്യവുമില്ല. നിന്നെയും നിൻ്റെ മക്കളെയും ആ കൊട്ടാരമുറ്റത്തെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവളാണ് എൻ്റെ മകൾ. അവളുടെ മേത്ത് ഒരു തരി മണ്ണ് വാരിയിടാൻ ഞാൻ ഒരാളെയും സമ്മതിക്കില്ല. നിന്നെയെന്നല്ല, ആ നിൽക്കുന്ന എൻ്റെ ഉപ്പും ചോറും തിന്ന് വളരുന്ന നിൻ്റെ ചേച്ചിയെ പോലും. ഇതൊക്കെ ഞാൻ നിന്നോട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നോട് മാത്രമേ സംസാരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ. കാരണം നിൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയവനാണല്ലോ ഈ ഞാൻ. പിന്നെ നിൻ്റെ ഈ ചേച്ചി ചെയ്തു കൂട്ടുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണെന്നും എനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ മകളെ ഇനി നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഈ സ്റ്റാൻലി വെറുതെ ഇരിക്കുമെന്ന് ഒരാളും കരുതണ്ടെന്ന്. സ്റ്റാൻലി തൻ്റെ നേർക്ക് വരുമോ എന്നൊരു ചെറിയ പേടി റീത്താമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കാര്യം എന്തായാലും സംഭവിച്ചില്ല. സ്റ്റാൻലി ജോസഫ് പെട്ടെന്ന് തന്നെ തൻ്റെ ജീപ്പും എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് റീത്താമ്മച്ചിയുടെ നെഞ്ചാകെ തരിച്ചുപോയി തൻ്റെ കാറിൻ്റെ അവസ്ഥ കണ്ടിട്ട്. സംഭവം സ്റ്റാൻലി ജോസഫ് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് മേടിച്ചു കൊടുത്ത കാറൊക്കെ തന്നെയാണ്. എങ്കിലും അത് ഓടിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും തൻ്റേതെന്ന മട്ടിൽ കൊണ്ട് നടക്കുന്നതുമെല്ലാം റീത്താമ്മച്ചി തന്നെയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് റീത്താമ്മച്ചി തൻ്റെ സഹോദരനെ വിളിക്കുകയാണ്. അവനോടായി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സാമുവൽ അടുത്ത കുരുട്ടുബുദ്ധി തൻ്റെ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചേച്ചി, ഇതേ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഈ കംപ്ലൈൻ്റ് ആയ കാറ് നന്നാക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനുള്ള പൈസയോ ഈ സ്റ്റാൻലി ജോസഫിൻ്റെ കയ്യിൽ നിന്നും തന്നെ നമ്മൾ ഈടാക്കിയിരിക്കുമെന്ന്. ഇത് കേൾക്കുന്ന റീത്താമ്മച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഞാനേ ഇവിടെ കയ്യും കാലും തരിച്ച് നിൽക്കായിരുന്നു. അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് വന്ന് ആ കാറിൻ്റെ മേത്തേക്ക് മണ്ട കയറിയപ്പോൾ കഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നീ രക്ഷപ്പെട്ടു സാമുവലേ. വേറൊന്നും കൊണ്ടല്ല, പെണ്ണുണ്ടല്ലോ അലീന, അവൾ നിൻ്റെ പേരെന്തായാലും അവളെ പപ്പയോട് പറഞ്ഞിട്ടില്ല. ഞാനെന്തോ കാറ് വെച്ച് ഉരുട്ടിട്ടെന്നാ പറഞ്ഞു കൊടുത്തിരിക്കുന്നേ. അപ്പോൾ അവളുടെ വൈരാഗ്യം എന്നോട് തന്നെ. അതുകൊണ്ടാണല്ലോ ഈ ഇല്ലാ കഥ അവൾ പറഞ്ഞു പരത്തിയതെന്ന് റീത്താമ്മച്ചി പറയുകയാണ്. അപ്പോൾ സേവിച്ചൻ ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി ഒരു കാര്യം ചേച്ചി നമ്മുടെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾക്ക് നേരെ ഒരു പരാതി കൊടുക്ക്. വേറൊന്നും വേണ്ടെന്നേ, നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നും മുറ്റത്ത് കിടക്കുന്ന കാറിനെ അയാൾ ഇടിച്ച് പരിപ്പാക്കിയെന്നും പറഞ്ഞേക്ക്. വേണമെങ്കിൽ ആ കാറിൻ്റെ ഒരു ഫോട്ടോ കൂടി എടുത്തുകൊണ്ട് പോയിക്കോ.
ആ, കാറിൻ്റെ ഫോട്ടോ നിങ്ങളുടെ വാട്സപ്പിലേക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതെന്തായാലും ഉപകാരമായി. ചേച്ചി കൂടെ വേണമെങ്കിൽ ചേച്ചിയുടെ മോനെയും കൂട്ടിക്കോ. അതാവുമ്പോൾ ഒരു കൂട്ടായല്ലോ. ചേച്ചി വല്ലാതെ വിഷമിച്ച പോലെയൊക്കെ അങ്ങ് പോയാൽ മതി. ഞാൻ വേണമെങ്കിൽ അഞ്ചലിൽ SI നമ്മുടെ ഒരു കൂട്ടുകാരനാ, അവനെ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. കുറേ നാളായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവനെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിച്ച് ഞാൻ ഈ വിവരം പറയുമ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും സഹായം അവൻ ചെയ്തു തരാതിരിക്കില്ല എന്നൊക്കെ സേവിച്ചൻ പറയാണ്. ഉടനെ തന്നെ റീത്താമ്മച്ചി പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം, ഞാൻ പോയി സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ റീത്താമ്മച്ചി തൻ്റെ മകനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനപ്പോൾ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അവൻ പറയുകയാണ്, അമ്മച്ചി റെഡിയാവാൻ നോക്ക്, അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം, നമുക്ക് ഒരു ടാക്സി വിളിച്ച് പോവാമെന്ന്. അപ്പോൾ ടാക്സിയുമായിട്ട് തന്നെ ഞാൻ വരാം, അമ്മച്ചി പെട്ടെന്ന് റെഡിയായി നിന്നേക്കണേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി, അമ്മച്ചിയും മകനും കൂടി സ്റ്റാൻലി ജോസഫിനെതിരെ പരാതി കൊടുക്കാനായി അഞ്ജലിയിലേക്ക് ചെല്ലാണ്. അഞ്ജലിയിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ അതിശയമാണ് കേട്ടോ നമുക്കുണ്ടാവുന്നത്. കാരണം ബാലചന്ദ്രൻ്റെ മൂത്ത ബ്രദറുണ്ടല്ലോ, സഹോദരിയുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ട്രാൻസ്ഫറായി വന്നിരിക്കുന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതൊന്നും സ്റ്റാൻലിക്ക് അറിയത്തില്ല. അപ്പോൾ സ്റ്റാൻലിയും എന്നാൽ കാണുന്ന നമ്മൾക്കറിയാമല്ലോ. അങ്ങനെ റീത്താമ്മച്ചിയും മകനും കൂടി കാറിൻ്റെ നമ്പർ അടക്കവും കാറിൻ്റെ ഫോട്ടോയും എല്ലാം കൂടിയും വെച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നും തൻ്റെ കാറിന് മേത്ത് അയാളുടെ ജീപ്പ് കയറ്റിയെന്നും കാറ് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ നശിപ്പിച്ചിട്ടിരിക്കുകയാണെന്നുമല്ല. റീത്താമ്മച്ചിയുടെ കയ്യിൽ നിന്നും പരാതി വായിച്ച് നോക്കുകയാണ് SI വായിച്ച് നോക്കുമ്പോൾ കംപ്ലൈൻറ്റ് തോന്നുന്നത് സ്റ്റാൻലിയുടെ ഭാഗത്ത് തന്നെയാണല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, സ്റ്റാൻലിയെ ഞാൻ വിളിപ്പിച്ചു കൊള്ളാം, നിങ്ങളെന്തായാലും പൊയ്ക്കോളൂ, എനിക്ക് അയാളെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീ കൂടിയാണ്. അപ്പോൾ അവരോടുള്ള റെസ്പെക്റ്റോടു കൂടി വളരെ മര്യാദപൂർവ്വം SI അവരെ പറഞ്ഞു വിടുന്നുണ്ട്. ഇതേ സമയം SI കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് സ്റ്റാൻലി ജോസഫിനോട് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരണമെന്ന് പറയണം എന്നൊക്കെ പറയാണ്. കോൺസ്റ്റബിൾ SIയിൽ നിന്നും അഡ്രസ്സും നമ്പറും ഒക്കെ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് കൊട്ടാരമറ്റത്തിലെ സ്റ്റാൻലി ജോസഫാണ് പ്രതി എന്നൊക്കെ മനസ്സിലാകുന്നത്. അയ്യോ സാറേ, ഇത് കേണലാണ്. കേണലോ? അതെ, ഇദ്ദേഹം നമ്മുടെ കൊട്ടാരമറ്റത്തിലെ ഔതുക്കുട്ടിച്ചായൻ്റെ മൂത്ത മകനാണ്. പട്ടാളക്കാരനായിരുന്നു, റിട്ടയർഡ് ആയതുമാണ്. വളരെ മാന്യമായി പെരുമാറുന്ന രീതിയും വളരെ സൗമ്യനായ ഒരു വ്യക്തിയുമാണ്. ആരോടും അങ്ങനെ ഒരു പ്രശ്നത്തിനൊന്നും നിന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, ഇവർ നശിപ്പിച്ച കാറൊക്കെ ആ ലേഡി കാണിച്ചു തന്നിട്ടുണ്ട്, പരാതിക്കൊപ്പം അവരതൊരു ഫോട്ടോ പ്രിൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ സ്റ്റാൻലി ജോസഫിനോട് വരാൻ പറയൂ, അയാളും കൂടി വന്നതിന് ശേഷമല്ലേ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം SI പറയുന്നുണ്ട്. ഇതേ സമയം പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ റീത്താമ്മച്ചി സാമുവലിനെയും സേവിച്ചനെയും വിളിച്ച് പറയുകയാണ്, എടാ, നിങ്ങൾ പറഞ്ഞ ബെന്നി സെബാസ്റ്റ്യൻ ഒന്നുമല്ല ഇവിടുത്തെ SI, അദ്ദേഹം സ്ഥലം മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ പുതിയ SI ആണ്. അയ്യോ, പേര് ഞാൻ മറന്നുപോയെന്ന് പെട്ടെന്ന് പറയുകയാണ് റീത്താമ്മച്ചി. അപ്പോൾ സാമുവൽ പറയുന്നുണ്ട്, അത് ബെന്നിയെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ബെന്നി എന്നോട് പറഞ്ഞതാ, പിന്നെ ചേച്ചിയോട് ഞാനത് പറയാൻ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചാൽ ബെന്നി പറഞ്ഞിരുന്നു അഞ്ജലിയിലെ SIനെ വിളിച്ച് അവൻ പറഞ്ഞോളാന്ന്. അതുകൊണ്ടാണ്. എന്തായാലും ചേച്ചി പേടിക്കണ്ട, അതൊക്കെ നമ്മുടെ രീതിക്ക് തന്നെ അവർ ചെയ്തു തന്നോളൂ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം കോൺസ്റ്റബിൾ സ്റ്റാൻലിയെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും നിങ്ങളൊരു കാറ് നശിപ്പിച്ചതിൻ്റെ പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന സ്റ്റാൻലിക്ക് ചിരിയാണ് വന്നത്. സ്റ്റാൻലി അപ്പോഴേക്കും അലീനയുടെയും വെല്ലിപ്പച്ചൻ്റെയും അടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വെല്ലിപ്പച്ചനോടും അലീനയോടും കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, എന്ത് കാര്യത്തിനാ പപ്പ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അത് പപ്പയ്ക്ക് തന്നെയല്ലേ ദോഷം ചെയ്തതിപ്പോൾ? ഇപ്പോൾ കണ്ടില്ലേ അത് കേസായി മാറിയതെന്ന്.
ഇത് കേൾക്കുമ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എൻ്റെ കാറ് നശിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശം എനിക്ക് തന്നെയല്ലേ? ആ കാറ് ഇനി എനിക്ക് വേണ്ടെന്ന് തോന്നി, അത് ഞാൻ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ ഇനി ആരെടുത്താണ് അതിന് ഉത്തരവാദിത്തം പറയേണ്ടത്? എനിക്കൊന്ന് കാണണമല്ലോ എന്ന് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വല്യപ്പച്ചനും ചിരിക്കുകയാണ്. വല്യപ്പച്ചൻ അലീനയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി യാത്ര ചെയ്യാനായി അവൻ തന്നെ സമ്മാനിച്ചതാണ് ആ കാറ്. അതിപ്പോൾ കൊണ്ട് നടക്കുന്നത് റീത്താമ്മയാണ് താനും. ഇതിപ്പോൾ നിന്നെ വന്ന് കാറിടിച്ച കഥ അവനോട് പറഞ്ഞപ്പോൾ അവന് ആ കാറ് വേണ്ടെന്ന് തോന്നി, അവനതങ്ങ് നശിപ്പിച്ചു. അതിനിപ്പോൾ ഏത് SI അവനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യമുണ്ടെന്ന് പറയുകയാണ്. എങ്കിലും അലീനയ്ക്ക് അതത്ര സന്തോഷമുള്ള കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അലീനയ്ക്കത് വിഷമുള്ള കാര്യം തന്നെയാണ്. ഒരു വസ്തു നശിപ്പിച്ച് കളയുക, അത് വീണ്ടും അതേപോലെ ഒരെണ്ണം വാങ്ങാനൊക്കെ ആയിട്ട് എന്തോരം പൈസ മുടക്കണം എന്നെല്ലാമാണ് അലീന ചിന്തിച്ചു കൊണ്ടിരുന്നിരുന്നത്. താൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. പപ്പ എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. എന്തായാലും ആളാപായം ഒന്നും ഉണ്ടായില്ലല്ലോ. സാമുവലാണ് തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞതെന്നുകൂടി പപ്പ അറിഞ്ഞിരുന്നുവെങ്കിൽ അയാളുമായിട്ട് ഉറപ്പായിട്ടും ഒരടിപിടി തന്നെ ഉണ്ടാവുകയും അത് പിന്നീട് വലിയൊരു പോലീസ് കേസാവുകയും പട്ടാളക്കാരനായ തൻ്റെ പപ്പയ്ക്ക് താൻ കാരണം അതൊരു പേരുദോഷമായി മാറുകയും ചെയ്യുമെന്ന് അലീന എല്ലാം ചിന്തിക്കുകയാണ്. ഇതേ സമയം പപ്പ അവളെ തോണ്ടി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായല്ലോ മുകളിലെ ഫാനിനെ നോക്കിക്കിടന്ന് എന്തോ ചിന്തിക്കുന്ന പോലെ. ഏയ് ഒന്നുമില്ല പപ്പ, ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം. അതെ, നീ കാരണം തന്നെയാ. നിന്നോട് പറഞ്ഞതില്ലേ അവിടേക്ക് പോകണ്ട, അവരാരും നീ വിചാരിക്കുന്നത് പോലെ ആൾക്കാരല്ലെന്ന്. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ പറയാണ്, എങ്കിലേ നീ ഒരു കാര്യം കൂടിയും കേട്ടോളൂ. ഇവിടെ നിന്നും വൈകുന്നേരം തിരിച്ചവൾ പോകുന്നത് എൽസാമ്മയുടെ വീട്ടിലേക്ക് തന്നെയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി എതിർക്കുമെന്നായിരുന്നു വല്യപ്പച്ചൻ കരുതിയത്. എന്നാൽ വല്യപ്പച്ചൻ്റെയും അലീനയുടെയും ചിന്തയെ മറികടന്നുകൊണ്ട് സ്റ്റാൻലി പറയാണ്, ഇനിയിപ്പോൾ നീ മുൻപിലേക്ക് വെച്ച കാല് പിന്നിലേക്ക് വെക്കണ്ട. ഇനി നിൻ്റെ മെക്കിട്ട് കയറാൻ എന്തായാലും അവിടെ നിന്ന് ആരും വരാനൊന്നും പോകുന്നില്ല. നീ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നീ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെ നീ അവിടെ നിന്ന് തിരിച്ചാൽ മതിയെന്ന് സ്റ്റാൻലിയും അവൾക്ക് ഒരു വാശിയോടുകൂടി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഇനിയൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം പപ്പ. ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത് പപ്പ എന്നോട് ക്ഷമിക്കണമെന്ന്. സ്റ്റാൻലി പറയുന്നുണ്ട്, സാരില്ല, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ കഥയെന്ന്. എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കോൺസ്റ്റബിളിനോട് താനാണ് സ്റ്റാൻലി ജോസഫ് എന്നും തന്നെ ഇവിടേക്ക് വിളിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫിനെ കണ്ടപ്പോഴേ മനസ്സിലായി. സ്റ്റാൻലി ജോസഫിനായിട്ട് SIയുടെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി റൂമിലേക്ക് ചെല്ലുകയാണ്. താൻ സ്റ്റാൻലി ആണെന്നും തന്നെ ഇവിടേക്ക് വിളിപ്പിച്ചിരുന്നുവെന്നും പറയുമ്പോൾ തന്നെ SI പറയുന്നുണ്ട്, വരൂ, അകത്തേക്ക് വരൂ. വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഒരു റീത്ത എന്ന് പറയുന്ന സ്ത്രീ നിങ്ങൾക്കെതിരെ പരാതി തന്നിരുന്നു. അവരുടെ വീട്ടിൽ കയറി അവരെ അതിക്രമിച്ചെന്നും മുറ്റത്ത് കിടന്നിരുന്ന കാറ് നശിപ്പിച്ചുവെന്നൊക്കെയാണ് അവർ പരാതി തന്നിരിക്കുന്നതെന്ന് പറയാണ്. സ്റ്റാൻലി ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ ചോദിക്കുകയാണ്, റീത്തയുടെ കാറ് ഒന്ന് കാണിച്ചു തരാമോ സർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പരാതിയിലുണ്ടായിരുന്ന ആ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നമ്പർ പ്ലേറ്റ് വളരെ വ്യക്തമായി കാണാമായിരുന്നു. സ്റ്റാൻലി പറയുന്നുണ്ട്, അയ്യോ, ഇത് അവർ കള്ളപ്പരാതി തന്നതാണ് സർ. ഈ കിടക്കുന്ന കാറ് എൻ്റെ പേരിലാണ്. സാറ് സംശയമുണ്ടെങ്കിൽ ആ നമ്പർ അടിച്ചൊന്ന് നോക്കിയാൽ അതിൻ്റെ ഓണർ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫ് എന്ന് താങ്കൾക്ക് കാണാൻ കഴിയുമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും SIക്ക് എന്താണ് നടന്നതെന്ന് മനസ്സിലാവുന്നില്ല. SI എങ്കിലും സ്റ്റാൻലി പറയുന്നത് സത്യമാണോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ തൻ്റെ സിസ്റ്റത്തിൽ അദ്ദേഹം ചെക്ക് ചെയ്യുകയാണ്. അതെ,
പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ പേരിൽ 3-4 വർഷം മുമ്പേ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കാറാണ്. പുത്തൻ കാറ് തന്നെയാണ് എന്നെല്ലാമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം തൻ്റെ സിസ്റ്റത്തിൽ കണ്ട SI ആകെ ഷോക്കാവുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളവിടെ അതിക്രമിച്ച് കയറിയെന്നും അവരുടെ കാറ് നശിപ്പിച്ചുവെന്നുമായിരുന്നു അവർ തന്ന പരാതി. ഒരിക്കൽ കൂടി സ്റ്റാൻലി പറയുന്നുണ്ട്, അവർ അതിക്രമിച്ച് കയറി എന്ന് പറയുന്ന ഈ വീടും എൻ്റെ വീട് തന്നെയാണ്. ഈ പറയുന്ന റീത്തയുടെ സഹോദരി എൽസയെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെയുണ്ട്. എങ്കിലും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമായി യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു കാറാണ് ഞാൻ ആ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ ഈ കയറി ചെന്ന വീട് അതും എൻ്റെ വീട് തന്നെയാണ്. ആ വീടിൻ്റെ പൂർണ്ണ അവകാശം ഇപ്പോഴും എനിക്ക് തന്നെയാണ്. എൻ്റെ പേരിൽ രജിസ്റ്റേർഡായി കിടക്കുന്ന ആ വീടിൻ്റെ പകർപ്പാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ മറ്റൊരു മുദ്ര പേപ്പറിൻ്റെ ഫോട്ടോസ് കൂടി അദ്ദേഹം SIക്ക് മുമ്പിൽ കാണിക്കുകയാണ്. SI ഇപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ വാദിപ്രതിയായ പോലെ ആവുകയാണല്ലോ, ആ സ്ത്രീയെ തന്നെ ഒരിക്കൽ കൂടി വിളിപ്പിക്കേണ്ടി വരുമല്ലോ എന്നല്ല. സ്റ്റാൻലി പറയുന്നുണ്ട്, ഇന്ന് നടന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഭാര്യ എൽസയും തമ്മിൽ വഴക്കിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. വഴക്ക് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല, പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് തന്നെ അവൾക്കും കുഞ്ഞുങ്ങൾക്കും എന്നിൽ നിന്നും വിട്ട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തതും അവരെ അവിടേക്ക് മാറി താമസിപ്പിച്ചതും. ഞാനിവിടെ കുളത്തൂപ്പുഴയിലാണ് താമസം. അവിടെ എനിക്കുമുണ്ട് മറ്റൊരു വീട്. ആ വീട്ടിൽ ഞാനും എൻ്റെ 2 ജോലിക്കാരും ഇടയ്ക്ക് എൻ്റെ അപ്പച്ചനും കൂടിയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇതിനിടയ്ക്കാണ് എൻ്റെ മകൾ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ മകളാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടോ സർ? SI പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, താങ്കൾ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്തോളൂ എന്ന്. വീണ്ടും സ്റ്റാൻലി തുടരുകയാണ്, എൻ്റെ മറ്റൊരു ബന്ധത്തിലുണ്ടായ മകൾ കൂടി ഇപ്പോൾ ഈ അടുത്ത് എന്നോടൊപ്പം വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ ഞാനും എൻ്റെ അപ്പച്ചനും എൻ്റെ മകളും 2 ജോലിക്കാരും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കുടുംബം. പെട്ടെന്നാണ് എൻ്റെ സഹോദരി കൂടി ആ വീട്ടിലേക്ക് താമസത്തിന് വരുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. അലീനയ്ക്ക്, അതായത് എൻ്റെ മകൾക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും കൂടി ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യവും ആഗ്രഹവും കൊണ്ട് അവൾ തന്നെയാണ് ഇവിടെ അഞ്ചലിലേക്ക് വന്നത്. എൻ്റെ മകളെ ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ കാർ ഉപയോഗിച്ച് ഇടിപ്പിച്ച് തെറിപ്പിച്ചിട്ടു. എൻ്റെ മകളിപ്പോൾ ഇവിടെ അടുത്തുള്ള മദർ ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ തലയ്ക്ക് സ്റ്റിച്ചിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ സാർ എന്നോട് പറയണം, ഇതിൽ അവരാണോ ഞാനാണോ പരാതി തരേണ്ടിയിരുന്നതെന്ന്. ഇത് കേൾക്കുന്ന SI ആകെ കുഴപ്പത്തിലാവുകയാണ്. SIക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. SI സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ പരാതിയുടെ പുറത്ത് താങ്കളെ വിളിപ്പിച്ചതാണ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം. എന്തായാലും നമുക്ക് റീത്തയെ കൂടി ഇവിടെ വിളിച്ചെന്തായാലും വരുത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ റീത്തയെ ഒന്ന് വിളിച്ചിട്ട് എന്താണ് എപ്പോഴാണ് ഇവിടേക്ക് വരാൻ പറ്റുക എന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ ഇപ്പോൾ തന്നെ വരികയാണെങ്കിൽ താങ്കൾക്ക് അല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, ഇന്ന് തന്നെ ഈ കേസിനൊരു നീക്കുപോക്കുണ്ടാക്കി തന്നാൽ എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയുകയാണ്. ഉടനെ തന്നെ SI റീത്തയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. റീത്തയോട് ഉടനെ തന്നെ ഇവിടെ എത്തണമെന്ന് പറയുകയാണ്. റീത്ത തൻ്റെ സഹോദരനായ സാമുവലിനെയും വിളിക്കുന്നുണ്ട്. സാമുവലും റീത്തയും കൂടി ഒരുമിച്ച് തന്നെ ഒരു 15 മിനിറ്റിനകം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഇവർ വന്ന് സ്റ്റാൻലിയെ കണ്ടതോടെ 2 പേരും പെട്ടെന്ന് ഷോക്കാവുകയാണ്. ഒരുമിച്ച് നിർത്തിയുള്ള സംസാരമാണെങ്കിൽ ആകെ നാണം കെടുമല്ലോ, അല്ലെങ്കിൽ സത്യം വെളിച്ചത്താവുമല്ലോ, സാമുവൽ അറസ്റ്റ് ആവുമല്ലോ എന്നുള്ള പേടിയിലായിരുന്നു. എന്നാൽ സാമുവലിനെതിരെ അലീന ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ള ചിന്ത പെട്ടെന്നാണ് റീത്തയ്ക്ക് കടന്നു വരുന്നത്. അപ്പോൾ പ്രതി താൻ തന്നെയാണെന്നും റീത്തയ്ക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്ന് അവരൊരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും SIയുടെ മുറിയിലേക്ക് സ്റ്റാൻലി പുറത്ത്
ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു. സ്റ്റാൻലിയെ ഒരു നോട്ടം, അത്രമാത്രം ഒരു നോട്ടം നോക്കിയിട്ട് എസ് ഐയുടെ മുറിയിലേക്ക് കയറിപ്പോവാണ്. എസ് ഐ ഇവരെ കണ്ടപ്പോൾ നേരത്തെ കണ്ടൊരു ഭാവം ഒന്നും ആയിരുന്നില്ല. സ്റ്റാൻലി പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ റീത്താമ്മച്ചിയോട് അവരൊരല്പം രൂക്ഷമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. റീത്താമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു കേസ് ഇവിടെ കൊണ്ടുവന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. കള്ളക്കേസ് തന്ന് ഞങ്ങളെ പറ്റിക്കാനാണോ നിങ്ങൾ ശ്രമിച്ചതെന്ന്. അപ്പോൾ റീത്താമ്മച്ചിക്ക് ഒന്നും ഓർമ്മയില്ല കേട്ടോ. അതായത് ഈ കാറ് ആരുടെ പേരിലാണെന്നും ഇതിൻ്റെ ഓണർഷിപ്പൊക്കെ കിടക്കുന്നത് ആരുടെ പേരിലാണെന്നുള്ള ചിന്തയൊന്നും ഈ പറയുന്ന റീത്താമ്മച്ചിക്ക് ഉണ്ടായിരുന്നില്ല. എസ് ഐ പറയുന്നതെല്ലാം എന്തോ ഒരു കഥ കേൾക്കുന്ന പോലെ അവർ അതിശയത്തോട് കേട്ടിരിക്കുകയാണ്. റീത്താമ്മച്ചി ചോദിക്കുകയാണ്, സാർ പറയുന്നത് എന്താണെന്ന്. അതെ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ നോക്കണം മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാമുവലിന് നേരെ ഒരു പേപ്പർ എടുത്തിട്ട് കൊടുക്കുകയാണ്. സാമുവൽ ആ പേപ്പർ നോക്കിയപ്പോൾ ആകെപ്പാടെ ഷോക്കായിപ്പോയി. എസ് ഐ തൻ്റെ സിസ്റ്റത്തിൽ നിന്നും പ്രിൻ്റ് എടുത്ത, അതായത് ഈ കാറിൻ്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണെന്നുള്ളതിൻ്റെ പകർപ്പായിരുന്നു സാമുവലിന് നേരെ അദ്ദേഹം ഇട്ടുകൊടുത്തത്. സാമുവൽ ഇത് നോക്കിയിട്ട് ആകെ ഷോക്കായി. സാമുവൽ ഇത് റീത്തയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. റീത്തയ്ക്ക് അപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. റീത്തയ്ക്ക് ഇതെന്താണെന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നുമില്ല. റീത്ത പെട്ടെന്ന് സാമുവലിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. സാമുവൽ ചോദിക്കുകയാണ്, ചേച്ചി ഈ കാർ ഇപ്പോഴും ആരുടെ പേരിലാണെന്ന്. റീത്ത അപ്പോൾ പറയുന്നുണ്ട്, അത് സ്റ്റാൻലിയുടെ. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കാറ് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കുകയോ കത്തിച്ച് കളയുകയോ കൊക്കയിൽ കൊണ്ടുവന്ന് തള്ളുകയോ ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാണ് സ്ത്രീയെ ഞങ്ങൾക്ക് പരാതി തരുന്നത്? അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള വീട്ടിൽ അദ്ദേഹം കയറി അദ്ദേഹത്തിന് എന്തെങ്കിലും എടുക്കണമെന്നോ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവേണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അതിനും നിങ്ങളാണോ ഇവിടെ കൊണ്ടുവന്ന് പരാതി തരേണ്ടത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഒരു പെൺകുട്ടിയെ കാറിടിച്ച് തെറിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു പരാതി അവർ തരുന്നതിന് മുമ്പേ നിങ്ങൾ കൊണ്ടുവന്നൊരു പരാതി തന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവർക്ക് നേരെ തിരിയുമെന്നോ? അതിന് നിങ്ങൾ ചെലവും കൊടുത്ത് നിർത്തുന്ന പോലീസുകാരായിരിക്കണം ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതെന്ന് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ എസ് ഐ പറയുകയാണ്. ഇതെല്ലാം കേട്ട് നിന്ന് റീത്താമ്മച്ചിക്കും സാമുവലിനും വല്ലാത്ത ചമ്മലും നാണക്കേടുമായിപ്പോയി. കാരണം സാമുവലാണ് ഇത് കേസ് കൊടുക്കാൻ പറഞ്ഞതും ഇതിവിടെ വരെ കൊണ്ടുവന്നെത്തിച്ചതും. ഉടനെ തന്നെ എസ് ഐ സാമുവലിനോടും റീത്താമ്മച്ചിയോടും പറയുകയാണ്, ഇത്രയും സമയമായിട്ടും നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്കെതിരായിട്ട് പുറത്തിരിക്കുന്ന ആ വ്യക്തി സ്റ്റാൻലി ജോസഫ് ഒരു പരാതി തന്നിട്ടില്ല. അങ്ങനെ ഒരു പരാതി തന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും എനിക്ക് കഴിയില്ല. ആ കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ആ കുട്ടിയുടെ നെറ്റിയിൽ 3-4 സ്റ്റിച്ചും ഉണ്ട്. ഉടനെ തന്നെ എസ് ഐ അവരോട് പറയാണ്, എനിക്കിനി ചെയ്യാൻ പറ്റുന്നത് പുറത്തിരിക്കുന്ന സ്റ്റാൻലി ജോസഫിനെ ഞാൻ അകത്തേക്ക് വിളിക്കും. നിങ്ങൾ അദ്ദേഹത്തോട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ് ഇതെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചിരിക്കണമെന്ന്. സാമുവലിനും റീത്തയ്ക്കും ആകപ്പാടെ നാണക്കേടായ ഒരവസ്ഥയായി. കാരണം സ്റ്റാൻലിയുടെ മുമ്പിൽ മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലോ എന്ന് 2 പേരും ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.